അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുമില്ല, ദീപ്തി ചേച്ചിയൊക്കെ വന്നിട്ട് പോയി. ഞാൻ ഓർത്ത് ആദ്യം വിരുന്നിൻ്റെ വീഡിയോ ഇടാമെന്ന് ഓർത്തെ. അതെല്ലാം എടുത്ത് ഇത് അപ്ലോഡിന് വെച്ചു. പക്ഷേ അതിടാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. ആ വീഡിയോയിൽ കാണുന്ന ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല ശരിക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മരിച്ച അവസ്ഥയില്ല ഏകദേശം. ഞാനും അമ്മയുടെ കാര്യമല്ല പറയുന്നത്, ഞാനും ദീപ്തി ചേച്ചിയുടെ കാര്യമാണ് പറയുന്നത്. എന്തോ പെട്ടെന്ന് അന്ന് കണ്ടില്ലേ, കരഞ്ഞുപോയി പെട്ടത്. എൻ്റെയും കയ്യിൽ നിന്ന് പോയി, ചേച്ചിയുടെയും കയ്യിൽ നിന്ന് പോയി. ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചല്ല കേട്ടോ, ഈ പറയണമെന്നും വിചാരിച്ചല്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ കേസ് തന്നെ പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ. ഞാനിതുവരെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും കേട്ടോ അറിയത്തുമില്ല. ഞാനൊരു ദൃക്സാക്ഷി കേട്ടോ. ഞാൻ ഇതുവരെ എന്താ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ ഇനി പറയട്ടെ. ചേച്ചി പറഞ്ഞു ആരും പറയണ്ട. അച്ചാച്ചി ഓൾറെഡി പറഞ്ഞതാ. എന്നിട്ട് പോലും ആൾക്കാർ ഈ നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും കുറെ കമന്റ് കണ്ടു. സഹിക്കുകയല്ല. ഒന്നാതെ ആ ഒരു മനസ്സ് കുറെ കിടന്ന് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്തൊക്കെ ചികിത്സ കഴിഞ്ഞു, അതൊന്നും മനസ്സ് റെഡിയാവുന്നില്ല. ഇപ്പൊ കുഞ്ഞു പിള്ളേരുടെ കാര്യം, കിടുവിന്റെ കാര്യം പറഞ്ഞല്ല, കുഞ്ഞു കാര്യം മതി പെട്ടെന്ന് കാര്യം. നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ എല്ലാവരും കൂടെ ഒന്നിച്ച് അതിനെ ക്രൂശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാണ്? എനിക്ക് തോന്നുന്നു ഒരു ടീമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നെഗറ്റീവ് കമന്റ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്ത് സുഖം കിട്ടുന്നു എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചെയ്യും. അത് മനുഷ്യനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമന്റുകൾ നമുക്ക് സഹിക്കുകയല്ല. അങ്ങനെ വല്ലതിലും വീണ് കിടക്കുന്നതിനെ ചവിട്ട ഒരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ. ചവിട്ടിക്ക് നല്ലതാ. പിന്നെ ഈ പറയുന്ന വിജയ് എന്ന് പറഞ്ഞ ആള്, ഞാൻ പുള്ളിയെ ഞാൻ ചേട്ടായി നാട്ടോ എപ്പോഴും വിളിച്ചോണ്ടിരുന്നത്. പിന്നെ ചേട്ടായി അങ്ങ് മാറി. പുള്ളി വന്ന ടൈമിലായാലും പുള്ളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനിപ്പുലേറ്റീവാണ്. നമ്മളെ പെട്ടെന്ന് പുള്ളി കയ്യിലെടുക്കും. വർത്താനം പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് കയ്യിലെടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എല്ലാത്തിനെ പറ്റി ഭയങ്കര അറിവാണ്, കാര്യങ്ങളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ പുള്ളിയെ പോലൊരു മൃഗം, സൈക്കോ, സത്യം സൈക്കോ, അമ്മാതിരി സൈക്കോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ആ ഒരു വീട്ടിൽ. ഞാനും ഏട്ടനും കുഞ്ഞോ അതായത് ഇവര് എവിടാന്നറിയോ, ഞാൻ പറയാം. മറ്റേ 86 ഒരു വീട്ടിൽ വാടകയ്ക്ക് നിന്നല്ലോ. സത്യം പറഞ്ഞാൽ ഇയാളെ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റൂലായിരുന്നു. അതായത് ഞാനും അച്ചാച്ചിയൊക്കെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വീടില്ലേ, കുടുംബത്തെ കൊണ്ട് നിർത്താൻ പറ്റൂലായിരുന്നു. കാരണം ഇയാള് വെള്ളം അടിച്ചിട്ട് രാത്രി വിളിക്കുന്ന തെറി. അതുമല്ല അയൽവക്കത്തൊക്കെ വീടുകളുണ്ട്. ഇയാളുടെ തെറി മാത്രമാണോ, എടുത്തേറും അടിയും ബഹളവും അലറും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാക്കത്തി എടുക്കുക, വെട്ടാൻ പോകുക. വാക്കത്തി വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു വെട്ടുകത്തി ഉണ്ടായിരുന്നു എപ്പോഴും. പിന്നെ ഗത പോണക്കൊരു സാധനം. എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കൊല്ലാൻ ഇറങ്ങിക്കോളും. കാണുന്നവനൊക്കെ തെറിയെ വിളിക്കുകയുള്ളൂ. എന്തുവായിരുന്നു, ഒരു മനസമാധാനം ഇല്ലാഞ്ഞിട്ട് അവിടെ നിന്ന് അവര് വാടകയ്ക്ക് മാറിയത് കേട്ടോ. സിഗത്തോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാല് മോശമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയാത്ത ഒരൊറ്റ കട കാണത്തില്ല. ഒരിക്കൽ ഞാൻ വീട്ടിലുള്ളവരെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ ഞാൻ ഇവിടുന്ന് നാട്ടിൽ ചെന്നിട്ട് രാവിലെ ഒരു കടയിൽ ഒരു ബേക്കറിയിൽ കിടുവിന് എന്തോ സാധനം വാങ്ങിക്കാൻ കയറി കഴിഞ്ഞപ്പം ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ ആരാന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു, കുറേ കഥകൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ നിർത്തിയേര്, ഞാൻ ആ വീട്ടിലോട്ട് തന്നെ പോകുന്നത്, ഞാൻ ഇന്നാരാന്ന് പറഞ്ഞു. അയ്യോ നിങ്ങളോടാന്നോ ഞാൻ ഇത്ര. ആ വീട്ടുകാർ അവനെ ശരിക്കും മറുകം. ഞാൻ പറഞ്ഞു കൂടുതൽ കഥ പറയണ്ട, കഥകളൊക്കെ ഞങ്ങൾക്കറിയാം, അതിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല, പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഒരുപാട് ദ്രോഹിച്ചതാ, ഒരുപാട്. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. ഇപ്പം നിങ്ങൾ പറയുമായിരിക്കും ചാനലിൽ റീച്ച് കയറാൻ അങ്ങനെ ഇങ്ങനെ. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞ് എനിക്കൊരു കുന്തമില്ല കേട്ടോ. പറയാനുള്ളവരൊക്കെ പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കും. ഇപ്പം ഇനിയെങ്കിലും പറഞ്ഞാലേ ശരിയാകത്തില്ല. കാരണം ഞാൻ ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ ചേച്ചിയെ എപ്പോഴൊന്നും വിളിക്കാറില്ല. എപ്പോഴും ഞാൻ വിളിക്കാറില്ല. കുഞ്ഞാച്ചേട്ടനെ ആയാലും ഞാൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കൊന്നല്ലാണ്ട് അങ്ങനെ സംസാരമൊന്നുമില്ല. നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ അവസ്ഥ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഒന്നും. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഒരു കാര്യവും, ആരുടെ ലൈഫും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ ഈ വിജയ് എന്ന് പറഞ്ഞ ആൾക്ക് ശരി, പെങ്ങൾ കാണും, തള്ള കാണും, വേറെ ചേട്ടന്മാര് കാണും, ഭാര്യ കാണും, മക്കൾ കാണും, ആരെങ്കിലും ഒക്കെ ഉണ്ടായിക്കോട്ടെ. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ള തള്ളണം, അല്ല അവളെ ഉപദ്രവിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ ചോദിക്കുന്ന കാര്യം ഇത് ഉണ്ടോ? പിന്നെ ഞങ്ങളോട് ആ വീട്ടിലുള്ള ഓരോരുത്തരോടും അയാൾ ചെയ്ത കാര്യങ്ങളുണ്ട്. കിടുവിനെ ഉപദ്രവിക്കാൻ എത്ര തവണ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? കള്ള് തലയ്ക്ക് പിടിച്ചിട്ട്.
എനിക്ക് അറിഞ്ഞൂടെ എന്തോ പറയണ്ടത്. എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്തൊക്കെയോ ഒന്നിച്ച് വരുന്നുണ്ട്. സത്യമായിട്ടും ശരിക്കും നല്ല സങ്കടം വരുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന്, ഞാൻ കുറച്ചു കാലം അവിടെ ആയിരുന്നു. അവിടെ അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ പുറത്ത് പോയിട്ട് മുറ്റത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആ അടുക്കള ഭാഗത്തൊക്കെ തന്നെ അന്ന് മറ്റേ ചെടിത്തിണ്ടല്ലോ അതെടുത്തിട്ടില്ല. അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിജയ് ഇങ്ങനെ അമ്മുൻ്റെ അല്ല ദീപ്തിയുടെ കഴുത്തേൽ ഇങ്ങനെ രണ്ട് വീണ്ടും വണ്ടി നിർത്തിയിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇവളെ ഡോർ തെള്ളി. അവളപ്പോൾ ഡോറെ പിടിച്ചിരിക്കുക. ആ തള്ളോട് കൂടി ഇവള് മുറ്റത്ത് തലയും കുത്തി മുറ്റത്ത് വീണു. ഞാനാണ് ഇവളെ എടുത്ത് അത് വീട്ടിൽ നിന്ന് ചേച്ചി ബലമായിട്ട് വിളിച്ചോണ്ട് പോയതാ. ചിറ്റാറിന് എങ്ങാണ്ട് പോകണം വിളിച്ചോണ്ട് പോയി. ഞാൻ കോരി എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ ചെറുതോ വിജയ് ഇതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടരുത്, ഒരു വല്ലാത്തൊരു മുഖത്തോടെ ഇങ്ങനെ മിണ്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടണോ ഇല്ല ഞാൻ തീരുമാനിക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പെരക്കാത്തന്നെ അപ്പോഴത്തേന് ഇവക്ക് ഫിക്സും കൂടെ വന്നു. ചേച്ചിക്ക് ഫിക്സും വന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കാലും കൈയെല്ലാം തിരുമ്മി ശരിയാക്കി താക്കോലൊക്കെ കൊണ്ട് കൈ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ഇവ റൂമിൽ കയറി കഥ അടച്ചു. ഞാൻ ചെന്ന് തട്ടി ഡോർ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത് പറ്റത്തില്ല, അവൾ തന്നെ വീണതല്ല, നീ അവിടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് തള്ളിയതാ, എന്തിനാ അവളെ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നീ ഇവിടെ നടപ്പിലാക്കത്തില്ല. ഞാൻ ഇന്നാളെ പണ്ടേ അവളോട് പറഞ്ഞത് നിന്നെ ഒഴിവാക്കുന്ന ഞാൻ പല പ്രാവശ്യം അവളോട് പറയുന്നത്, അത് അവൾ കേട്ടില്ല. ശരിയാകും എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. ഇനി ശരിയാക്കണ്ട, ഇനി നീ അവിടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നല്ലത്, നീ പറയാനുണ്ടോ. എന്നിട്ടും ചേച്ചി പിടിച്ചു തന്നു. ആ ഒരു വൃത്തിയായിട്ടവനെ ഞങ്ങളെല്ലാരും പറഞ്ഞ അന്ന് കളഞ്ഞേച്ച് പോയി ചേച്ചി ഇല്ലടി നന്നാവും, എനിക്കറിയാം ഏട്ടനെ നന്നാവും പറഞ്ഞിട്ട് എത്ര നാളാ ഒരു കാലന്റെ പുറകെ തന്നു, എത്ര നാള്. പിന്നെ ഒരു കാര്യം കൂടെ, ഒരിക്കൽ പോലും ദീപ്തി അറിഞ്ഞിട്ടില്ല വിജയ്ക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത് മറച്ചു വെച്ച് ഈ സമൂഹത്തിൽ എത്രയോ ആൾക്കാരങ്ങനെ ഓരോ ആൾക്കാരുടെ ജീവിതം തുലയ്ക്കുന്നുണ്ട്. അതിന് ദൃസാക്ഷികൾ എത്രയോ പേരുണ്ട്. ഒരിക്കൽ പോലും അവളോട് പറഞ്ഞിട്ടില്ല. അവളും ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അവളോട് അവന്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അവന്റെ അമ്മയായിട്ട് സഹകരിച്ചിട്ടുണ്ട്, അവന്റെ അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല അറിവും നല്ല വിവരവും നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. എന്നിട്ട് പോയി എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിവരം ഉണ്ടെന്ന് അഭിനയിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവരാണ്. എൻ്റെ തോന്നലാണ് കേട്ടോ. അത് ഞാൻ ആരെയും ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല, എൻ്റെ തോന്നലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ചെറ്റത്തരം കാണിക്കുന്നത്. പല ആൾക്കാരെ അറിയാം, പ്രത്യക്ഷത്തിൽ അറിയാവുന്നതുകൊണ്ട് എല്ലാരെയും അല്ല, ചില ആൾക്കാരെ മാത്രമേ. വിവരം കൂടുതലുണ്ടെന്ന് അഭിനയിക്കുന്നവരാണ്. എന്നാൽ 5 വയസ്സുള്ള വിവരം ഉണ്ടോ അതിട്ടില്ല താനും. മാക്സിമം മറ്റുള്ളവരെ ഹറാസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർ. അത് ഇതുവരെ ഞാൻ സത്യം പറഞ്ഞ ദീപ്തിയോട് ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ അവളോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ വന്നത്. അവൾക്ക് എന്ത് തോന്നും, പല പ്രാവശ്യമുണ്ട്. അവിടെ എല്ലാ കമന്റുകളും ഇപ്പോൾ സുലഭനെ വായിക്കുന്നവർ എല്ലാ കമന്റുകളും ഞാനും വായിക്കാറുണ്ട്. എല്ലാ കമന്റുകളും നമുക്ക് അതിന്റെ അടിയിൽ പ്രതികരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ. ഒരാളെ നമ്മൾ ഹറാസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരാളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവരെങ്ങനെ ഇരിക്കുന്നു, അല്ലെ അവരുടെ ജീവിതം എന്താ. എന്റെ മുന്നിൽ വെച്ച് എത്രയോ തവണ ചേച്ചിയെ പട്ടിയെല്ലാം നല്ല തല്ലിയിട്ടുണ്ടെന്ന് മാറ്റാൻ ചെല്ലുമ്പോ നമുക്കും കിട്ടും. നമ്മൾ നേരിട്ട് കാണുന്നത് പോലല്ല ഒരാടെ പുറത്ത് കാണുന്ന ബാഹ്യ സൗന്ദര്യം അല്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും. അതും കൂടെ ആൾക്കാർ മനസ്സിലാക്കിയിട്ട് വേണം അവളെ ഇങ്ങനെ ക്രൂശിക്കരുത്, ദോഷമാണ്. കാര്യം ഈ ക്രൂശിക്കുന്നവർ വീട്ടിലെ ആൾക്കാരുണ്ടെന്നുള്ള ചിന്താഗതി വേണം. ഞാൻ ക്രൂശനയുടെ കാര്യമൊന്നും പറയാനായിട്ട് വന്നതല്ല. ഞാന് ഇവൻ ചെയ്തിട്ടുള്ള നെറികേടുകൾ പറയാൻ വേണ്ടിയിട്ട് വന്ന. എൻ്റെ കുഞ്ഞിന് ചേച്ചി ചോറ് ഇതുപോലെ മടി വെച്ച് വാരി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. 86 എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നപ്പോൾ. അപ്പോൾ എത്രയൊക്കെ ഇവർ മാറി നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് പോയി കാണണ്ടേ. അങ്ങനെ ഞാൻ ഏട്ടന് കുഞ്ഞിയുടെ മുട്ടയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കിടു ഇതുപോലെ ചേച്ചിയുടെ മടിയിൽ നിന്ന് ചോറുണ്ടോ. വിജയ് അത്രയും നേരം അവിടെ ഒരു ചാരി കസേര ഉണക്കത്തെ കസേര ഉണ്ടായിരുന്നു, അതേ ചാരി കിടന്നുകൊണ്ട് TV കാണുമായിരുന്നു. എന്തോ ഞങ്ങളെ കാണുമ്പോഴേ പുള്ളി ചീത്ത വിളിക്കാൻ തുടങ്ങും. ഞങ്ങളുടെ വണ്ടി ആ മുറ്റത്തോട്ട് വരുമ്പോൾ തന്നെ പുള്ളി ചീത്ത വിളിക്കാൻ തുടങ്ങും. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അന്നേരമൊക്കെ ബോധമില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏട്ടനും കുറേ മാക്സിമം പിടിച്ചു വയ്ക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞിന് ചോറ് കൊടുത്തോണ്ടിരിക്കുവാണേ. ഞാൻ ആ ടേബിളിൻ്റെ അടുത്തൊരു കസേരയിൽ ഇരിക്കുന്നു, ഏട്ടന് അവിടെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിൽ ചാരി ഇരിക്കുന്നു. പെട്ടെന്ന് പാത്രം വലിച്ച് തറയിലടിച്ച് കുഞ്ഞിനെ ദീപ്തി ചേച്ചിനെ തട്ടിപ്പറിക്കാൻ നോക്കുക. എന്തിനാ കാലുവാരി തറയിലടിച്ച് ഞാൻ ഇതിനെയൊന്ന് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ ദൈവമേ, അന്നേരത്തേക്ക് സുലുവമ്മ അലറുവാണോ ദീപ്തി ചേച്ചി ബലം പിടിച്ച് നിൽക്കുവാണോ അല്ല. ഏട്ടൻ അന്ന് ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഏട്ടൻ അറിയാം, ഏട്ടൻ ചേച്ചി വന്ന് നോക്കിയതേ ഉള്ളൂ. ചേച്ചിക്ക് കാര്യം മനസ്സിലായി. കാരണം ബോധം ഇല്ലാത്തവനെ തല്ലിട്ട് കാര്യമില്ല.
ബോധം ഉള്ളപ്പോ തല്ലുന്നതും ഈ ഇല്ലാത്തപ്പോ തല്ലുന്നതും ബോധമില്ലായ്മ വ്യത്യാസമുണ്ട്. അഭിനയിക്കുന്ന ചില ആൾക്കാരുണ്ട്. കള്ള് കുടിച്ചിട്ട് ആരെ എന്തും പറയാം. കള്ള് കുടിച്ചിട്ട് ആരും ഒന്നും പറയത്തില്ല. നല്ല പെട്ട തീർന്ന് നല്ല അടി, ചൂടുള്ള അടി കിട്ടാൻ തന്നെ കുഴപ്പം. അത് കള്ള് കുടിച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല. അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, കള്ള് കുടിച്ചതിന്റെ പുറത്തല്ലേ, അന്നേരം ബോധം ഇല്ലാത്തോണ്ട് ചെയ്തു പോയതാണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു അഭിനയം മാത്രമേ ഉള്ളൂ. കള്ള് കുടിച്ചെന്നും പറഞ്ഞ് ആരുടെയും തൊള്ളക്കാരാൻ പോകത്തില്ല. അങ്ങേ അറ്റത്തെ തന്തയിലാഴി തന്നെ അത് അനുഭവിച്ചനെ. ഒരിക്കലും ഇവിടെ സുലോചന, ഞാൻ അവിടെ അന്നവിടെ ഇല്ലായിരുന്നു. ഞാനവിടെ ഇരുന്ന് സത്യമായിട്ട് ഒറ്റയടിക്കാൻ അവിടെ തലയിൽ കയറിയേനെ, ഒറ്റയടിക്കാൻ കയറിയത്. സുലോചന ഒരു അല്ല, ആരും കയറി തല്ലാതെ പറയുന്നൊന്നുമല്ല. ചേച്ചിയുടെ ആ നേരത്തെ നിസ്സഹായാവസ്ഥ, ആ ഒരു നിപ്പും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. അതായത് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ദീപ്തി ചേച്ചി ഏട്ടന്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറയും, അണ്ണാണി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യെ കയറി പിടിക്കും. നമുക്കപ്പോ പിന്നൊന്നും തോന്നത്തില്ല. പിന്നെ ആ വന്ന ദേഷ്യം അതുപോണൊക്കെ അങ്ങ് പോകും കേട്ടോ. ഒന്നാമത്തെ കാര്യം, അവൾക്കൊന്നും പറയാൻ പറ്റാൻ അവളായിട്ട് തെരഞ്ഞെടുത്തൊരു ജീവിതമായിരുന്നു അത്. അതുകൊണ്ടാണ് അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും പറയാൻ വയ്യുന്നത്. പിന്നെ ഇന്നിപ്പോ കുഞ്ഞാവയുടെ കാര്യം, കുഞ്ഞാവ അവിടെ ജോലിക്ക് വന്ന ആള് തന്നെ. ഞങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ച്, അവന്റെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ദീപ്തിയെ കെട്ടിച്ചു കൊടുത്തു. പൊന്നുപോലെ അവളെ നോക്കുന്നുണ്ട്. അല്ലാതെ മറ്റുള്ള ചില ആൾക്കാർ പറയുന്നത് പോലെ. നേര്യമംഗലം ഇവര് കണ്ണൂരിന്ന് വീട്ടിലോട്ട് പോകും. അതായത് അമ്മുച്ചേച്ചിയെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാൻ നിന്ന. അപ്പം ഏട്ടനെ എന്നെയും കൂട്ടണം നേര്യമംഗലത്ത് നിന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കാറിന് പോയിക്കൊണ്ടിരിക്കുക. രാത്രി എനിക്ക് എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഉറക്കമില്ലാത്ത ജീവിയാണ് ഞാൻ. അപ്പൊ കുഞ്ഞാച്ചേട്ടനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം എന്ന് പറയുന്നത് ഏതോ സിനിമയുടെ ഉളകഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ച് ഒരു പകുതിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ കൈയും കാലും വല്ലാണ്ട് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാച്ചേട്ടൻ ആദ്യം AC ഒക്കെ കുറച്ച് വെച്ചു, ഇനി തണുത്തിട്ടാണോന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. കുഞ്ഞാച്ചേട്ടൻ ആദ്യമേ കാര്യം മനസ്സിലായിരുന്നു. കൂടെ നടക്കുന്നവനറിയാം, കുടുംബത്തിലുള്ളവർക്ക് അറിഞ്ഞൂടാ, അതാണ്. എന്നിട്ട് അപ്പൊ മനസ്സിലായി ഫിക്സ് വന്നതാ. പെട്ടെന്ന് സൈഡ് ഒതുക്കി എന്തൊക്കെയോ ചെയ്തു. കുറെ നേരം കാലും കയ്യും തിരുമ്മി ഒത്തിരി നേരം എന്തൊക്കെയോ പറഞ്ഞ് മുഖത്ത് തട്ടി ഉണർത്തി ഇരുത്തിയിട്ടാണ് പിന്നെ പോയത്. നമുക്ക് മനസ്സിലാവത്തില്ല ചില സമയം ചേച്ചിക്ക് ഫിക്സ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ പൊന്നെ പൊടിയാന്ന് പറഞ്ഞ കൊണ്ട് നടക്കുന്ന കണ്ടിട്ട് വീട്ടുകാരെ തന്നെ, ഞാൻ തന്നെ കുഞ്ഞാച്ചനോട് എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞാച്ചേട്ട ദീപ്തി ചേച്ചി കല്യാണം കഴിച്ചു പോയത്. അന്നൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞാച്ചേട്ടൻ പിന്നെ വീട്ടിൽ നിന്ന് വന്ന് ആലോചിച്ചു. അങ്ങനെ ദീപ്തി ചേച്ചി കല്യാണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലയോ, ഞങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് കിട്ടിയത്. ഇനിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോട് ഞാൻ പിന്നെയും പറയുക, ആലോചിച്ച് തന്നെ കെട്ടിയതാ, അല്ലാതെ ആരും വളച്ചൊടിച്ചതോ അല്ലെങ്കിൽ വിളിച്ചു കെട്ടിച്ചതോ, ആലോചിച്ച് കെട്ടിച്ചതാ. എൻ്റെ കുഞ്ഞിനോട് ചെയ്തു നോക്ക്. ഞാൻ പ്രസവിച്ച് 5-ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. എനിക്ക് സിസേറിയനായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ അറിയാലോ, സിസേറിയൻ ചെയ്തവർക്ക് അതിൻ്റെ സുഖം അറിയാലോ. നമുക്ക് നിവർന്ന് നടക്കാൻ പോലും ഒക്കത്തില്ല. അതുപോലെ ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് ഞാൻ ആ കട്ടിലേക്ക് കിടക്കുമായിരുന്നു. ഏട്ടൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഏട്ടൻ ആ സീനിൽ ഉണ്ടോയെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് ഓർമ്മയില്ല. എനിക്ക് നമ്മുടെ മേലൊക്കെ പെരുത്തു പോകത്തില്ലേ, ഒരു പേടിയാണോ, എൻ്റെ അകവാള് വെട്ടിപ്പോയി. ഞാൻ ഓർത്തു ചേച്ചി കഴിഞ്ഞു, ചേച്ചി ഇല്ല, തീർന്നു എന്നോർത്തു. പാല് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിടന്നതും എന്തോ ഒച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒച്ച. ഞാൻ ആ റൂമിൽ നിന്ന് എങ്ങനെ ഞാൻ ചാടി എണീറ്റ് ഞാൻ ആ ചേച്ചിയുടെ റൂമിൽ ഞാൻ ഓടിയെത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. എനിക്ക് നല്ല വേദന എടുത്ത് എൻ്റെ സ്റ്റിച്ച് പൊട്ടി. ഇത് കേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി വാതിലിൻ്റെ പുറകെ മാറി നിൽപ്പുണ്ട്. ഇവൻ എന്തോ ചെയ്തു, ഞാൻ പറഞ്ഞില്ല ഒരു ഗത ഉണക്കാത്ത സാധനം ഉണ്ടെന്ന്, അതും കൊണ്ട് റൂമിൽ അലമാരിയുടെ ചില്ല് അടിച്ചുടച്ചതാ. ചേച്ചി അടിക്കാൻ ഓങ്ങിയ ഓങ്ങല് ആ കണ്ണാടി ചില്ലല്ല അടിച്ചു പൊട്ടി. ആ അടി ചേച്ചിക്ക് കിട്ടിയിരുന്നെങ്കിലോ? നിങ്ങൾ എല്ലാവരും അവനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ സഹിക്കുന്നതിന് ഒരു പരമാവധി ഇല്ലേ? ഒരു പരിധി വരെ നമുക്ക് സഹിക്കാം, അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ചേച്ചി ഇപ്പൊ ഈ ട്രോമയും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നു. ഇപ്പോഴും ആ മരുന്നെല്ലാം ഒന്ന് റെഡി ആയി. എന്നും വൈകുന്നേരം വണ്ടി എടുത്ത് ദീപ്തി ഇങ്ങനെ മയക്കം വന്നു കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും വണ്ടി എടുത്ത് ചിറ്റാറി പോകും. എന്തൊക്കെയോ ഗുളികകള് വാരി ഇവ കൊടുക്കും. പിന്നെ 2 ദിവസത്തേക്ക് ദീപ്തി എണ്ണിക്കത്തുമില്ല, ആഹാരം കഴിക്കത്തുമില്ല, ഒറ്റ വരെ കിടക്കും. ഒരുപാട് ഗുളികകൾ അവൾ അറിയാതെ ഇങ്ങനെ മയക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയുന്നില്ലല്ലോ എന്തോ കഴിക്കുന്നത്. നൂർത്തിരുത്തി മരുന്ന് കൊടുത്തു, വായി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇവളത് ആ ഗുളികയുടെ എഫക്റ്റ് ശരിക്കും അവിടെ ശരീരത്തുള്ളത് കൊണ്ടാണ് ഇപ്പം മറ്റുള്ള മരുന്നുകൾ ശരിക്കും അവൾക്ക് പിടിക്കാത്ത. അതൊന്ന് ഇപ്പോൾ ഒന്ന് ചെറിയ അതാ മരുന്നൊന്ന് ശരീരത്തിൽ പിടിച്ചു വരുന്നതേ ഉള്ളൂ.
വല്ലാത്ത ഒരു ഇതായി. ഒരിക്കൽ ഇവൻ സുലോചനയുടെ മുന്നേ വെച്ച് ഇവിടെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഭിത്തിയോട്ട് പൊക്കി അങ്ങ് ചേർത്ത് കത്രിക മീൻ വെട്ടുന്ന കത്രിക ഇരുന്ന കയ്യിലെടുത്ത് ഇവിടെ ഇന്ന് ഞാൻ കൊല്ലുന്നു പറയാം. അതായത് പറഞ്ഞു ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന സത്യമായിട്ട് ഒറ്റയടിക്കാൻ കൊന്നേനെയാന്ന് അവനെ. ജയിലിൽ പോയി കിടന്നാലും വേണ്ടൂല. ഞാൻ സഹിക്കൂല, എനിക്ക് സഹിക്കാൻ പറ്റൂല, കണ്ടോണ്ടിരിക്കാൻ പറ്റൂല. എൻ്റെ മകളല്ല ദീപ്തി, എൻ്റെ മോള് തന്നെ. ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നുള്ളു, എൻ്റെ മകള് തന്നെ ദീപ്തി. കാണുന്നവർക്കൊക്കെ അറിയാലോ ഞാനും ദീപ്തി ചേച്ചി എങ്ങനെയാന്നുള്ളത്. ഞങ്ങളമ്മയും ചെറിയ ചെറിയ കുശുമ്പും കുഞ്ഞായ്മയും വഴക്കും കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ചേച്ചിക്ക് ഞാനോ ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര തന്നെ. ഞാനും ഇപ്പൊ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നെന്നുള്ളത്. പിന്നെ ഇപ്പൊ ചേച്ചിയുടെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ ഒരു പരിധിക്കുള്ളിൽ ചിരിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ചില സമയം നമ്മുടെ മനസ്സിലുള്ള കാര്യം പുറത്ത് മുഖത്തേക്ക് അങ്ങോട്ട് വരും സബ് ടൈറ്റിലായിട്ട്. എത്ര ചിരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നെറ്റിക്ക് ഉണ്ടാവും സബ് ടൈറ്റിൽ. അതുണ്ടാവും, ഉണ്ടാവാതിരിക്കൂല. ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ എന്തോ ഒരു വേദനയാണോ, ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ വരിഞ്ഞു മുറുക്കി വെക്കുന്ന ഒരു ഇല്ലേ, ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. നിങ്ങളിപ്പോൾ ദീപ്തി ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ ചേച്ചി എല്ലാത്തിലും ചിരിച്ചും കളിച്ചും വർത്താനം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ രാത്രി, അതായത് ആ ഒരു കരച്ചിൽ, ആ ഒരു വെപ്രാളമാണോ, ആ കിടന്ന് കാണിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ, എനിക്ക് ശരിക്കും കുഞ്ഞാച്ചേട്ടനോട് ബഹുമാനമാണോ, എനിക്ക് അറിഞ്ഞൂടാ. ആ മനുഷ്യനോട് എത്ര പറഞ്ഞാലും ആ കടപ്പാട് തീരൂല. ആരും ഇങ്ങനെ നോക്കത്തില്ല. ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കുന്നേ, ഒരു സങ്കടം പോലും വരാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യൻ കാരണം മറ്റൊരു മനുഷ്യന്റെ ജീവിതം ഇങ്ങനെ, മനസ്സും ഇങ്ങനെ നശിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര ക്രൂരതയത്. സ്നേഹിക്കാൻ പറ്റുന്നുണ്ടേ സ്നേഹിക്കുക, ഇല്ല അച്ഛാ വേണ്ടാന്ന് വെക്കുക. ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തൂങ്ങി ഞാന്ന് കിടക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതായാലും എന്തോ ആയാലും, ഞാൻ പിന്നെ അതാ പറയുന്നത്. നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് എന്തും പറയാം, എന്ത് ലോകത്തിന്റെ കീഴിൽ എന്ത് പിതൃശൂന്യതയും വിളിച്ച് പറയാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല, കാണാത്ത കാര്യം എന്തിനേയും വിളിച്ചു പോകുന്നു. ഇത് ഞാൻ കണ്ട കാര്യമാണ്. ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം പറയാൻ പറ്റൂല്ലോ ചേച്ചി പറയട്ടെ. അന്നേരം ഞാൻ ഇത് തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടെന്ന് വെച്ച കാര്യങ്ങളാ. കാല് ചവിട്ടി ഞെരിച്ചത് ഒരു ദിവസം. കുഞ്ഞിനെ ഒരു ദിവസം കൈ പൊക്കിയതോ 56 വീട്ടിൽ വെച്ച്. പിന്നെ എന്നാ കുഞ്ഞിനറിയാവോ, കുഞ്ഞ് പിന്നെയും ചെല്ലും കേട്ടോ സ്നേഹത്തോടെ. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. കുഞ്ഞുങ്ങളാ, അതുങ്ങൾക്ക് അറിഞ്ഞൂടെ. വലിയവരുടെ ക്രൂരത എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്നത്? അത് കുഞ്ഞു മനസ്സല്ലേ. അതുങ്ങൾ കുറെ അറിവായി കഴിഞ്ഞിട്ട് മാത്രമല്ലേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ, ഇന്നാരൊക്കെ ഇന്നതുപോലെ ആയിരുന്നു എന്നുള്ളത്. വീട്ടിലുള്ളവർ തന്നെ പറയുമ്പോഴല്ലേ അങ്ങനെ ഇങ്ങനെയാന്ന്. ഞാൻ പുറത്തുനിന്ന് വന്ന് കയറിയ വീടാ, ഞാൻ ചെന്ന് കയറിയ വീടാ, എനിക്ക് പറയാലോ. ഇനി ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല. അമ്മാതിരിയാണ് എല്ലാ കമന്റൊന്നും നിങ്ങൾ കണ്ടൊന്നും വരത്തില്ല. ഓരോരുത്തർ എഴുതി അതിന്റെ കമന്റ് ബോക്സിനകത്ത് അങ്ങോട്ട് നിറച്ചു. നിങ്ങൾ ടീമായിട്ടാണോ പെയ്ഡായിട്ടാണോ പേ ആയിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പറയാനുള്ളവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. നിയമപരമായിട്ടുള്ള രീതിയിൽ അവർ പോയാലും ഞങ്ങളുണ്ടാവും കൂടെ. അവരുടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുണ്ടാവും കൂടെ. അത് ഏതറ്റത്ത് വരെയാന്ന് പറഞ്ഞാലും. ഒരു മനുഷ്യനെ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഹറാസ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്, ഒരു പരമാവധി ഉണ്ട്. അതൊരു മനുഷ്യസ്ത്രീ മാത്രല്ല, ഞാന് പറയുന്നവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒരു മനുഷ്യരൊക്കെ വിജയിയുടെ കാര്യം പറഞ്ഞോണ്ട് പുകഴ്ത്തുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് അങ്ങേയറ്റത്തെ. ഇവർക്ക് വിജയെ കുറിച്ച് എന്തറിയാം? ഇവർക്ക് എന്തറിയാം? നിങ്ങൾക്ക് എന്തും അറിയാം? മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെയുള്ള ഇത് അനുഭവമല്ല. അത് വിജയ് എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അല്ല, ഈ ബാഡ് കമന്റ് ഇടുന്നവർക്ക് എന്തറിയാം വിജയെ കുറിച്ച്? അതും കൂടെ ഒന്ന് കമന്റ് ഇടും. ഞങ്ങൾക്ക് വിജയെ കുറിച്ച് അറിയാം, അല്ലെ വിജയ് ഞങ്ങളുടെ ബന്ധുവാ, അല്ലെ ഞങ്ങളുടെ അച്ഛന്റെ മാമന്റെ മോനാ, അങ്ങനെയൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അവന്റെ ഏതെങ്കിലും ഒരു ബന്ധു, അവനെ നല്ലോണം അറിയാവുന്നവൻ, ഞങ്ങളുടെ ജീവിതം കണ്ടിട്ടുള്ളവൻ, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നവൻ, ഞങ്ങളുടെ വീട്ടിലുള്ളവൻ, ആരെങ്കിലും ഇടട്ടെ, അന്നേരം ഞങ്ങൾ പറയാം. ഇത് കണ്ടവരാരും
ഇതിനെ പറ്റി ഒന്നും പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, പുറത്തുനിന്നുള്ളവരും കയറി നല്ലോണം ഞങ്ങളുടെ കുടുംബത്തുള്ളവരാരും മറ്റുള്ള പെണ്ണുങ്ങളുടെ പുറകെ പോയി അവരൊക്കെ അങ്ങനെ എന്താ പബ്ലിക്കായിട്ട് അങ്ങ് പറയാം ഗർഭം ഉണ്ടാക്കാനോ അല്ല വേറെ എന്തിനും ഒന്നും നടക്കുന്നവരല്ല. അവരാരും അങ്ങനെ പോകത്തുമില്ല. ഈ പുറത്ത് ഗർഭം ഉണ്ടാക്കേണ്ട കാര്യം ഒന്ന് പറ്റേണ്ട കഴിഞ്ഞില്ല, പുറത്ത് ഗർഭം ഉണ്ടാക്കി. ഓ ഈ ഓരോ കമന്റിനകത്ത് വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് മനസ്സിലായോ മറ്റേ ഓരോ കമന്റ് വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇത് പറയാതെ നിൽക്കാൻ പറ്റില്ല. ഞാൻ രീതിയിലൊന്നും ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇനിയും ക്ഷമിക്കാൻ പറ്റൂല, ഇനി അത് ക്ഷമിക്കാനുള്ള സഹനശക്തി ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ പറയത്തില്ലായിരുന്നു, കാരണം അമ്മാതിരി അവസ്ഥ അത്. ഞാൻ എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ ചേച്ചി അല്ലാത്ത വേറെ ആരായാലും വൈകുന്നേരം കുഞ്ഞാവെ ഇവളും കൂടെ എന്റെ സാധനം വാങ്ങിക്കാൻ പുറത്തു പോയി പാല് വാങ്ങിക്കുക. അന്നേരം ഞാൻ ദീപ്തിയോട് ചോദിച്ചു, ദീപ്തി ഞാൻ ആത്മാർത്ഥമായിട്ട് നിന്നോടൊരു കാര്യം ചോദിക്കാം, മണിയമ്മയോട് മോള് സത്യം മാത്രമേ പറയാവുള്ളൂ. എന്താ മണിയമ്മ ചോദിച്ചു, മണിയമ്മയോട് ഞാൻ കള്ളമൊന്നും പറയില്ല, നിനക്ക് വിജയ്ക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് നിനക്കറിയായിരുന്നു. സത്യമായിട്ട് എൻ്റെ മണിയമ്മ എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ മണിയമ്മ ഇപ്പൊ പിന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓരോ കമന്റിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങൾ വായിച്ചതാ, അങ്ങനെ ചോദിച്ചതാന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ കാരണം വേറൊരു മനുഷ്യന്റെ ജീവിതം എത്ര ഇങ്ങനെ കുളമാകുന്നത്, ഇങ്ങനെ എത്രയോ പേരുണ്ട്. എന്തായാലും അവൾ ആത്മഹത്യ ചെയ്തില്ലല്ലോ, അതാ ഞാൻ പറയുന്നത്. അതന്നെ ജീവിച്ചിരുന്നില്ലേ, പിടിച്ചു നിന്നില്ലേ, അത് ഭയങ്കര കാര്യം തന്നെയാണ്. പിടിച്ചു നിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്ന പരീക്ഷയ്ക്ക് തോറ്റുന്ന വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞ പോയി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നില്ലേ. അവക്ക് ഇപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയുടെ മനസ്സ് തന്നെ. അത് മനുഷ്യൻ മനസ്സിലാക്കാതെ ഒരു വീഡിയോ ഇടുന്നെന്ന് പറയുന്നതിന്റെ പേരിൽ അല്ലെ വീഡിയോ ഇടുന്നതിന്റെ പേരിൽ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കുക ഭയങ്കര. നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വീഡിയോസ് ഇടും. അതാകുമ്പോൾ കുറച്ചും കൂടെ ഒരു മാന്യതയുണ്ട്. ഈ അവിടുന്ന് ഇവിടുന്ന് കേട്ട് അല്ലാതെ എന്നോട് ഇങ്ങനെ മറ്റാൾ വിളിച്ച് പറഞ്ഞിട്ടാണ്, അങ്ങനെ ഇങ്ങനെ മറ്റാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, നിങ്ങളോട് ഇൻ പേഴ്സൺ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ അയാളുടെ ബോധത്തിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. ആരേലും വേണം സംസാരിക്കാൻ. ഇനിയിപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്നെ ആരൊക്കെ പൊങ്കാല ഇടുമെന്നോ എന്നെ ആരൊക്കെ ചീത്ത വിളിക്കുമെന്നോ ഐ ഡോണ്ട് കെയർ. എനിക്കത് നോക്കേണ്ട കാര്യമില്ല. പറയേണ്ടത് ഞാൻ എവിടെ ആയാലും പറയും, എവിടെ ആയാലും ഞാൻ പറയും. അതിന്റെ വീട് വരുന്നൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചോളാം. സംശയിച്ചോളാം, സഹിച്ചോളാം. എന്റെ മുന്നിൽ വെച്ച് എത്രയോ എത്ര ഒത്താവണ എനിക്കും കിട്ടിയിട്ടുണ്ട്. അയ്യോ, അടിക്ക് തടസ്സം പിടിക്കാൻ ചെല്ലുന്ന നമുക്കും കിട്ടും. എന്തോ വള്ളി പോണൊക്കെ ഇരിക്കുന്നേ, വള്ളിയാ അത്. ആരോ ഒരിക്കലും അയലോകക്കാരുണ്ട് എന്തോ കാര്യം പറയാൻ മുറ്റത്തോട്ട് വന്നപ്പോഴത്തേന് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ അടുക്കളയിലോട്ട് പെരയ്ക്ക് അതിട്ട് പോകുന്നത് കണ്ടു. അലിമേനോട് മടക്കി തപ്പി എടുത്തിട്ട് ഇത്രയും നീളമുള്ള ഒരു വാക്കത്തേക്ക് കൊണ്ട് വന്നിട്ട് നിന്നെ ഞാൻ വെട്ടുകൂടാന്ന് പറഞ്ഞ് സുരേഷണം പേരുത്തള്ളി പിടിച്ചകത്താക്കി. കഥമൊക്കെ ചവിട്ടി അവിടെ അയൽവക്കക്കാരോട് പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം ഞാനും ദീപ്തി ചേച്ചിയും ഏട്ടനും എല്ലാവരും കൂടെ കാട്ടില് സാധനം കൊടുക്കാൻ പോയി. അന്നേരം പുള്ളി അവിടെ ഇല്ല, പുള്ളി തിരുവനന്തപുരത്ത് വീട്ടിൽ പോവാന്നും പറഞ്ഞോണ്ട് പോയി കേട്ടോ. ഞങ്ങള് പോയിട്ട് നമ്മുടെ കാടിന്റെ പകുതി എത്തിയപ്പോ നമ്മുടെ അയൽവക്കത്തെ ഒരു ചേച്ചി കോൾ ചെയ്തായിരുന്നു. മോളെ വിജയ് ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലും പിടിച്ചിലും, നിങ്ങളിത് എവിടാന്ന് ചോദിച്ചോണ്ട്. ഇയാളെന്തുവാ, ഇയാൾ അയൽവക്കത്തെല്ലാം ചെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരയുക ഒരുമാതിരി ഇള്ള പിള്ളേരെ പോലെ. എന്തുവാ ഓർത്തു നോക്കിയേ, ഞങ്ങള് ചെന്നപ്പോ ഒരുമാതിരി മരണ വീടും അല്ല. ആ പുള്ളിക്കാരുടെ മുറ്റത്ത് ഇരിക്കുക, തിണ്ടയിലിരിക്കുന്നു, കുറെ പേര് ചുറ്റും നിൽക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടി ഒരുമാതിരി ഒരു നോട്ടമാണോ പരിഹാസമാണോ ചിരിയാണോ എന്താ പറയാ, ഒരുമാതിരി എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം കൂടെ പറയണം. ഒരിക്കൽ ഇവന്റെ അമ്മ സീതത്തോട്ടി വന്നിട്ട് അവര് തിരുവനന്തപുരത്ത് പോയി. ഞാൻ ഇവിടെ വീട്ടിലുണ്ട്, അമ്മ അന്ന് സീതത്തോട്ടിലുണ്ട്. ഇവരെന്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എന്റെ പടച്ചവനെ ഇവര് കുറച്ച് തെറി
അവരെ ഞാനും തെറി വിളിച്ചിട്ടുണ്ട്. സത്യമായിട്ടും അവര് പറയുന്ന ആ ഭാഷകള് എനിക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും പറഞ്ഞു നല്ല വൃത്തിയായിട്ട്. അതാ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ വിദ്യാഭ്യാസം ഉള്ളവരവര്. അവര് കള്ളൊന്നും കുടിച്ചിട്ടില്ലല്ലോ പറഞ്ഞു, കള്ളു കുടിക്കാതല്ലേ പറഞ്ഞു. ഇനി അത് നമുക്കറിയില്ല സത്യമായിട്ടും. സംസ്കാര ശൂന്യതയായ കുറെ മനുഷ്യന്മാര്. ഞാനും കുറെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നെ ചീത്ത വിളിക്കുക അല്ല എന്റെ വീട്ടുകാരെ ചീത്ത വിളിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അറും കച്ചറ കേട്ടോ. ഞാനും തിരിച്ച് നല്ലത് പറയും. ഞാൻ ഈ കാണുന്ന ആളെയല്ല. എന്റെ സ്വഭാവം എന്ന് വെച്ചാൽ പ്രായം ഇത്രയും വയ്യ കാര്യമൊക്കെ ശരി തന്നെ. ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ നമ്മുടെ ദേഹത്തൊരാൾ കൈവച്ചാൽ തിരിച്ചു കൊടുക്കുക. അതിന്നായിരുന്നൊന്നുമില്ല. അച്ഛനായാലും ശരി കൊടുത്തേക്കണം. നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളെ ശിക്ഷിക്കാൻ അവകാശമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ തെറ്റ് ചെയ്യാത്തതും കാലം നമ്മുടെ ദേഹത്ത് കൈവെക്കാൻ വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കണം. അതിനായിരുന്നൊന്നുമില്ല. അതൊന്നും നമ്മൾ ചെയ്യാൻ വയ്യാതായി എന്ന് വെച്ചാൽ അവിടെ അങ്ങ് തളർത്തിക്കളഞ്ഞു. മരുന്ന് കൊടുത്ത് തളർത്തിക്കളഞ്ഞു. മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല, ചില്ലറ ഉപദ്രവമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ എന്തെല്ലാം അവന്റെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ആൾക്കാരോട് ഓരോ പൈസ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആ കടം എന്തുമാത്രം പൈസ ഉണ്ടാക്കി വെച്ചത്. എന്തുമാത്രം പൈസ അവന്റെ ഷെയർ മാർക്കറ്റ് അവന്റെ ശരിക്കും പറഞ്ഞാൽ അവനെ പറയാനുള്ള ഭാഷകളൊന്നും നമുക്ക് ഇതിനകത്തോടെ പറയാൻ പറ്റൂല. അതുകൊണ്ട് മാത്രം പറയാതിരിക്കുക. എന്താ പറയണ്ടെന്ന് അറിയില്ല. ചില്ലറ ഉപദ്രവമല്ല, ചവിട്ടുക, മെതിക്കുക, മുടിയെ പിടിച്ച് കുത്തി പിടിക്കുക, എന്തൊക്കെയായിരുന്നു. കട്ടിലെ കടന്ന് ഉറങ്ങുന്നുള്ള തലമുടിയെ പിടിച്ച് വലിച്ച് താഴെ ഇടുക. അയ്യോ, ഒരു ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഉറങ്ങുന്ന ചേച്ചിയെ വലിച്ച് തറയിലിട്ട്. ഫിക്സിന്റെ ഗുളിക വല്ലതും കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അന്നേരം കാലമടം പിടിച്ച് വലിച്ച് തറയിലിടും. അവനൊരു രസമായി ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ. അവൻ കുടിച്ച് ബോധമില്ലാതെ കിടക്കുവാണെങ്കിൽ പാവം വലിച്ചെടുത്ത് നമ്മള് ചില കഥകളിലൊക്കെ കഥകളിലല്ലാതെ കേൾക്കുന്നുണ്ട്. സിഗരറ്റ് കൊണ്ട് കുത്തുക, അപ്പൊ കത്തി കൊണ്ട് വരഞ്ഞ് ദേഹത്ത് മുറിവ് ഏൽപ്പിച്ച് രസിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സൈക്കോകള്. അതിന്റെ വേറൊരു വേർഷൻ ഊളെന്ന് പറഞ്ഞ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉപദ്രവം മേടിച്ചിട്ട് ഈ ചേച്ചി പറയുന്നത് എന്തുവാ, ഇത് ഞാൻ വീണതാ, ഞാൻ ഇത് ചെയ്തപ്പോ തട്ടിയതാന്നൊക്കെ. ഒരിക്കൽ ചിറിയുടെ ഇവിടെ എല്ലാം കൂടെ ഇത്ര ഈ ഭാഗം മുറിഞ്ഞ് ഇവിടെ എല്ലാം കൂടെ കരിനീലിച്ച് കിടക്കുന്നു. രാവിലെ എണ്ണിച്ച് ഞാനെന്നോടുണ്ട് എന്ത് പടിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ രാത്രി വീണാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കയ്യെ പിടിച്ചോണ്ട് നേരെ വിജയ് കിടന്നുണ്ട്. വിജയെ തട്ടി വിളിച്ചു ഇതെന്തോ വിജയെന്ന്. എനിക്കറിയത്തില്ല ഞാനെന്ത് ചെയ്യും. ഞാൻ പറഞ്ഞു നീ നിന്നിച്ചിടുന്ന അത് മണിയമ്മ അങ്ങനെയല്ല മണിയമ്മ അപ്പോഴത്തേനും ഒലിപ്പിരിയോ ഇവിടുന്നല്ല വീണതാ മണിയമ്മ എന്ന് അടിച്ചതാ. കഥ മെനഞ്ഞുണ്ടാക്കാം മിടുക്കനാ. സ്പോട്ടില് നല്ല സൂപ്പർ കഥകളാക്കും. എവിടെയാലും ജീവിച്ചിരിപ്പുണ്ടാവും. ഇവനെ നമ്മൾ ചാകരുത്, ചാകാൻ പാടില്ല. നരകം അനുഭവിക്കണം. എന്നിട്ടും കാര്യമില്ല. അങ്ങനെ ഒരുത്തൻ നരകിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചത് മാറും. അങ്ങനെ ഇവനൊക്കെ തീരാവുള്ളൂ. എനിക്കെന്നാ പൊടിക്കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ എന്നാലോചിച്ചു നോക്ക്. അവന്റെ നടുപ്പെട്ടെന്നൊക്കെ ഒരൊറ്റ അട്ടി കൊടുക്കണമായിരുന്നു എല്ലായിടത്ത് നേരെ. ഇവൻ ഇന്ന പ്രായക്കാരൊന്നൊന്നുമില്ല, വെറും തെണ്ടിയാണ്. സിനിമയ്ക്കകത്ത് ഞാൻ വെറും തെണ്ടിയ. ഇന്ന് വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ മറ്റേ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഞാൻ വെച്ചതാ. പക്ഷെ എനിക്ക് അതങ്ങോട്ട് ഇടാനൊരു അതില് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാരും. എന്തായാലും ദൈവം തമ്പുരാനും ഞങ്ങളും ഒക്കെ ഉള്ളപ്പം അതിനെ ആരെങ്കിലും ഒന്ന് തൊടാൻ വരട്ടെ, അന്നേരം കാണിച്ചു തരാം. ആരും ഒരു ചുക്കും ചെയ്യൂല. നിങ്ങൾ ഒരാള് നാക്കുകൊണ്ട് കൊറേ ഇട്ട് നാവടിച്ച് കൊറേ വേണ്ടാത്തരം പറഞ്ഞെന്നും പറഞ്ഞ് ഒരാളുടെ ശരീരത്ത് പറ്റില്ലടൂ. ആരുടെ ശരീരത്ത് പറ്റൂല. പക്ഷെ ഈ അവള് കേസ് കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ. ആ കേസ് കൊടുത്തിട്ട് എന്താ വെച്ചാൽ തീരുമാനം ഓരോരുത്തരെയും ഒരാളുണ്ട് ഞങ്ങളൊന്ന് പൊക്കാൻ കാത്തിരിക്കാൻ പോവാൻ നിൽക്കുക. ഞങ്ങൾക്ക് ഒരാളെ കൈ കിട്ടി. ഒരു പുള്ളിക്കാരി ഞങ്ങളൊന്ന് നേരിട്ടൊന്ന് പോകുന്നുണ്ട് പൊക്കാൻ. എത്ര വയ്യാലും ഞാനും കൂടെ പോകും. സത്യമായിട്ടും പോവേ. അവരൊന്ന് നേരിട്ടൊന്ന് കാണണം എനിക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നു. എന്നാൽ അവര് ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവര് നോക്കുന്നുമില്ല. നല്ലതൊക്കെ ചെയ്തത് ചീത്തയ്ക്ക് വേണ്ടിയല്ലായിരുന്നു. എന്നുവെച്ചാ നമ്മളിവിടെ പടുകൂറ്റം ബ്ലംഗ്ലാവ് ഉണ്ടാക്കി കൊറേ ബാങ്കിൽ എത്ര സ്റ്റേറ്റാ വാങ്ങിച്ചിട്ടേക്കുന്നത്.
ഞാൻ ഇന്നലെ കൂടെ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വന്നുള്ളൂ. ഒരു 12 ഏക്കർ. മറ്റന്നാളാകുമ്പോൾ ഒരു വീട് പോകും അവിടെ. എന്തുമായാലും കൊള്ളാം, എനിക്കൊന്നും പറയില്ല. ഇത്രയും പറഞ്ഞിട്ടോ? അങ്ങനെയല്ല നമ്മൾ പറയണ്ടേ. ഇതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല. പറയാനുണ്ട്, പക്ഷെ നമുക്ക് പറയുന്നതിനൊരു പരിധിയില്ലേ. നമുക്ക് പബ്ലിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുമോ? സെക്ഷുവലി ആയാലും മെന്റലി ആയാലും എല്ലാം കൊണ്ടും അതിനെ ആ ഒരു ചെകുത നശിപ്പിച്ച് കളഞ്ഞത്. അതിനെ ഒരു പെണ്ണിന്റെ കോലം ഇല്ലാതാക്കി കളഞ്ഞു. ഇപ്പൊ വീണ്ടും വന്ന് അത് ഒന്ന് എന്താ പറയാ, ഒന്നിതായി വരുക. ആദ്യം തൊട്ടേ വേര് കിളിച്ച് എന്ന് ഇലകളൊക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രസവിച്ച്, അതായത് ഒരു പിഞ്ചു കുഞ്ഞ് ഇപ്പൊ വളർന്നു വരുന്ന അവസ്ഥ, ആ ഒരു പരുവം ഇപ്പൊ. മനസ്സ് അതുപോലെ കൈവിട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, അവൾ ആത്മഹത്യ ചെയ്യാതിരുന്നത് മറ്റുള്ളവരെ ഓർത്തിട്ട. ഇല്ല, അവൾ അതും ചെയ്തു പോയി. അപാരം. കാരണം ആ ഒരു പാവം പിടിച്ചത് കുറെ പേർക്ക് അന്നം കൊടുത്തതാ. അവരുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടാവാതിരിക്കും? അവരുടെ പ്രാർത്ഥന ഉണ്ട്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ട് ഞങ്ങളിടുന്ന വീഡിയോയുടെ താഴെയും പറയാൻ ആൾക്കാരുണ്ടാവും. നിങ്ങൾ പറഞ്ഞോളൂ, പറയുന്നവര്. കുറെ ആൾക്കാരുണ്ടല്ലോ. കമന്റ് റിപ്ലൈ തരത്തില്ല കേട്ടോ. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ദേഷ്യവും ഞങ്ങളത് കണ്ടിട്ടില്ല. കമന്റ് എല്ലാം കേട്ടോ. ഞങ്ങൾ ആ കമന്റ് കണ്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. റിപ്ലൈ തരൂല. എന്റെ അങ്ങേയറ്റം കയ്യിൽ നിന്ന് പോയോണ്ട് മാത്രമാണ് ഞാനിപ്പോ വീഡിയോ ഇടുന്നത്. പറയണമെന്ന് കുറേയായി വിചാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഇങ്ങനെ ആലോചിക്കാൻ വേണ്ട. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് ഇപ്പോഴും ആ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, ഒരു മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റൂ? അത് ഇത്രയും ഉപദ്രവിച്ച് ഇത്രയും വേദനിപ്പിച്ച. എന്നാ പിന്നെ ചേച്ചിക്ക് ഒരു ഫോട്ടോ ഇട്ടൂടെ? എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഞാൻ വെച്ച് ചാർത്തി ഞാൻ വിടിഞ്ഞേ. സംസ്കാര ശൂന്യായ ഒരു തള്ളയും അതിനെക്കാട്ട് ശൂന്യനായ ഒരു മകനും. അവർക്ക് വേറെ മക്കളൊക്കെ ഉണ്ട്. അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അത് നല്ല ഇതിലിരിക്കുന്ന മക്കള്, അവരെല്ലാം നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാ. അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഞങ്ങൾ അനിയനെ കുറിച്ച് ഇങ്ങനെ എന്തിനാ പറഞ്ഞ, അല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതാക്കുന്ന എന്താന്ന് അവര് ചോദിക്കും. ഒരു കമന്റ് കാണട്ടെ അവരുടെ. എന്തുകൊണ്ട് ഇടുന്നില്ല? അപ്പൊ അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണോ? നിങ്ങളുടെ വീട്ടിലുള്ളവരെ പറ്റി ആരെങ്കിലും ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ റിയാക്ഷൻ വീഡിയോയും തെറിയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരും ഉണ്ടായിരിക്കുമോ? പ്രതികരിക്കുമല്ലോ. കൂടെപ്പറപ്പുകളുണ്ടല്ലോ, ആരെന്താ വരാത്തെ? നിങ്ങളിപ്പോ കൂടെപ്പറപ്പ പെങ്ങളാ, അച്ഛൻ്റെ അച്ഛനാ, വല്യച്ഛനാന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം കാണിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഉള്ളതാണോ? എന്തായാലും അവരുടെയൊക്കെ മുഖം കാണിച്ചോണ്ടെന്ന് പറയട്ടെ, അന്നേരം ഞങ്ങള് പറയാം അവരച്ഛനാണോ എന്നുള്ളത്. വെറുതെ വലിച്ചു നീട്ടുന്നില്ല. ഇത്രയൊക്കെ ഉള്ളെന്ന് പറയാനുള്ളത്. ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇനി വീഡിയോ ഇടാൻ എടുത്തു വെച്ചത് വല്ലതും ഇട്ടാലായി. ഞാനും ഇനിയും വീഡിയോ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇടാൻ കാണൂല, ഈ എടുത്തു വെച്ചതൊന്നല്ലാതെ. എടുക്കാൻ അങ്ങോട്ട് ഒരു മനസ്സില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാരോടും ക്ഷമയും പറയുന്നു. എന്തിനാ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം? നമ്മൾ തെറ്റുമല്ലോ ചെയ്തത്. ക്ഷമ പറയേണ്ട കാര്യമൊന്നും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് വരുന്ന പ്രതികരണം എന്തായാലും അനുഭവിക്കാൻ തയ്യാറാ, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങളൊപ്പം ഉണ്ടാവും. ഞങ്ങളെപ്പോഴും ചേച്ചിയോട് ഉണ്ടാവും. പറയുന്നവരവിടെ കിടന്ന് പറയട്ടെ. അപ്പൊ ശരി. എല്ലാവർക്കും